സംകൃത പമകരി തങ്കത്തുങ്കത്ത തിങ്കിന തിംകൃത ധിമികിടമേളം തകതം തരി സരിഗമ കിടതക്ക ധിന്തിങ്കെ ഹിന്ദിമി താളം കൃത താളം. അത്തരത്തില് ഇപ്പം മാർഗം കളിയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ നേരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഈണവും താളമൊക്കെ ആയിരിക്കും മാർഗം കളിക്കുള്ളത്. ആദ്യം നല്ല മൃദുവായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ പതിയെ 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 ഇങ്ങനെ കൊട്ടിക്കയറുന്ന ഒരു രസമാണ്. പിടിപ്പതെന്തേ കൈയും മെയ്യും എന്നേക്കും വാഴവേ തെയ്തൈ വാഴ വാഴ നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്തൈ പട്ടുടൻ പലി പുടവ പവിഴമൂത്തു മാലയും അങ്ങനെ പോകും. അതുപോലെ തന്നെ അടുത്തത് തിരുവാതിരക്കളിയുടെ പാട്ട് അല്ലെങ്കിൽ കൈകൊട്ടിക്കളിയുടെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ വേറൊരു ഒരു ഭൂപടമാണ് അതിൻ്റെ എന്ന് പറയുന്നത്. ചെറിയൊരു കഥകളി പദമാണ്, പക്ഷെ കൈകൊട്ടി കളിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. കാമിതം ശീഘ്രം സാധയേ ക്ഷമിഷാമി സാധികം മയാ നാമിഹ സേവിച്ചു നിൽപ്പു ഭീമരാജൻ ചൊല്ലോ കേൾപ്പു നീമത്തെ മൂഖേരിപ്പു നാമിനഗാദേരിപ്പു യാം യാമി ഭൈമി കാമിതം. അപ്പൊ ഇങ്ങനെ മൂന്നും ശരിക്കും അതിൻ്റെ എല്ലാം ഒരു അന്തർധാര ഇങ്ങനെ നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം സമാനമായിട്ടുള്ള ഉത്സവത്തിൻ്റെയും ഒരുമയുടെയും ആഘോഷത്തിൻ്റെയും ഒപ്പം ആത്മീയതയുടെയും ഒക്കെ ഒരു വികാരമാണ് നൽകുന്നത് ഇത് മൂന്നും. പക്ഷെ മൂന്നിലും ഉപയോഗിക്കുന്ന വാക്കുകൾ വേറെയാണ്, മൂന്നിൻ്റെ ഈണം വേറെയാണ്, മൂന്നിൻ്റെ താളം വേറെയാണ്, മൂന്നും നമ്മൾ അവതരിപ്പിക്കുന്ന രീതികൾ വേറെയാണ്. പക്ഷെ എല്ലാം അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ എല്ലാം സമാനമായിട്ടുള്ള ഒരു ദിശയെ നോക്കി സഞ്ചരിക്കുന്ന പാട്ടുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്നെണ്ണം പാടിയത്. അപ്പം അതുപോലെ തന്നെയാണ് ശരിക്കും നമ്മുടെ എല്ലാ നാടൻ കലാരൂപങ്ങളും എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാം മനുഷ്യർ സമൂഹത്തിൽ എങ്ങനെയാണ് ഒത്തൊരുമയോടുകൂടി ആനന്ദത്തോടുകൂടി നമ്മുടെ വെല്ലുവിളികളെ എല്ലാം താണ്ടി മുന്നോട്ട് ജീവിതം നയിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ശരിക്കും. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ ഈ കലാരൂപങ്ങൾ അതിൻ്റെ അകത്ത് സമന്വയിപ്പിക്കാത്ത ഒരാഘോഷവും മലയാളിക്ക് ഏത് ആഘോഷം എടുത്ത് നോക്കിയാലും. അപ്പോൾ അതിൻ്റെ ഒരു എടുത്തുകാട്ട് കൂടിയാണ് കേരള ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവൽ എന്ന് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓരോ ദിവസവും നമുക്ക് കലയെ ആഘോഷിക്കാനും ആ കലയിലൂടെ നമ്മിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു മൈത്രിയെ ആഘോഷിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.